മലബാർ നോമാഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിലെ കേരളം തേടിയുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തതുണ്ടെങ്കിൽ ദയവായി മലബാർ നോമാഡ്സിന്റെ ചാനലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. So that you will have a better picture of where we're going and what we're trying to communicate with you through these videos. ന്യൂ സൗത്ത് വെയിൽസിലെ വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ബൈറൺ ബേയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഏകദേശം ഒരു 400 കിലോമീറ്ററാണ് ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് പക്ഷേ ക്വീൻസ്ലാൻഡിൻ്റെ ക്യാപിറ്റലായ ബ്രിസ്ബെയിനിൽ എത്തിച്ചേരാൻ നമുക്ക് 160 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. 1770കളിൽ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങൾ മാപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ഒരു ഓഫീസറും ഒരു എക്സ്പ്ലോററൊക്കെ ആയിരുന്ന അഡ്മിറൽ ബൈറൻ്റെ പേരിൽ ഈ പ്രദേശത്തെ നാമകരണം ചെയ്തു. 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1970 ആയപ്പോഴേക്കും വലിയൊരു ഹിപ്പി കൾച്ചർ ഇവിടെ വളർന്നു വരാൻ തുടങ്ങി. ഇവിടുത്തെ മനോഹരമായ ബീച്ചുകളും വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റി ലൈഫും ഷോപ്പിംഗ് എക്സ്പീരിയൻസൊക്കെ കണ്ടിട്ട് ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ ഭൂമി വാങ്ങാൻ തുടങ്ങി. ഇന്ന് ഈ രാജ്യത്തെ പ്രൈം റിയൽ എസ്റ്റേറ്റുകളിലൊന്നാണ് ബൈറൺ ബേ. ബൈറൺ ബേ ഒരു തിരക്ക് പിടിച്ച പട്ടണമായി വളർന്നപ്പോൾ അവിടുത്തെ ഹിപ്പികളെല്ലാവരും കൂടി അവിടുന്ന് 75 കിലോമീറ്റർ ദൂരത്തുള്ള നിംബിൻ എന്ന ഈ ചെറുഗ്രാമത്തിലേക്ക് ചേക്കേറി. കനബീസ് എന്ന് ഇവിടുത്തുകാർ വിളിക്കുന്ന കഞ്ചാവിനെ കലാപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ചിഹ്നമായിട്ടാണ് ഇവിടുത്തുകാർ കണക്കാക്കുന്നത്. വേറിട്ട സോഷ്യൽ ഫിലോസഫികളും സ്പിരിച്വൽ എക്സ്പ്ലോറേഷനും ഒക്കെയായി സ്നേഹവും സമാധാനവും വ്യക്തി സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന 2400ഓളം ആളുകളാണ് ഇപ്പോൾ ഇവിടുത്തെ താമസക്കാർ. ഓസ്ട്രേലിയയുടെ ഹിപ്പി ക്യാപിറ്റൽ എന്നാണ് നിംബിൻ അറിയപ്പെടുന്നത്. ആയിരത്തി 1825 ഒരു പീനൽ സെറ്റിൽമെൻ്റ് ആയി തുടങ്ങിയ ബ്രിസ്ബെയിൻ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ 100,000-ലേറെ ആളുകൾ താമസിക്കുന്ന ഒരു നഗരമായി മാറിയിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ ജനസംഖ്യയായിരുന്നു. ഓസ്ട്രേലിയ ഈസ് എ മെൽറ്റിംഗ് പോട്ട് ഓഫ് കൾച്ചർ എന്ന് പറയാറുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും വെച്ച് പുലർത്തുന്ന ഒരു മനോഹരമായ നഗരമാണ് ബ്രിസ്ബെയിൻ. പ്രിയപ്പെട്ടവരെ, ബ്രിസ്ബെയിനിലെ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. ബ്രിസ്ബെയിനിൽ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ മ്യൂസിയം. 1859 ഇവിടെ ഒരു ലോക്കൽ ഗവൺമെൻറ് സ്ഥാപിതമായതിനു ശേഷം തുടർന്ന് ഇന്ന് വരെയുള്ള കളക്ഷൻസാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. എൻട്രൻസ് 100% ഫ്രീ ആണ്. കളക്ഷൻസിൻ്റെ കൂട്ടത്തിൽ ഈ രാജ്യത്തെ ട്രഡീഷണൽ ഓണേഴ്സായ ആദിവാസി സമൂഹത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ആർട്ട് ഫോംസ്, ഇവിടുത്തെ സാമൂഹിക ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കണ്ടംപററി ആർട്സ്, ക്രിസ്റ്റൽസ്, മനുഷ്യരടക്കമുള്ള ജീവികളുടെ പരിണാമത്തിലേക്ക് വെളിച്ചം വീശുന്ന
ഫോസിൽ കളക്ഷൻസ്, ഗ്രേറ്റ് ബാരിയർ റീഫിൽ നിന്നടക്കമുള്ള കോറൽസ് തുടങ്ങിയ വലിയൊരു കളക്ഷൻ തന്നെ ഈ മ്യൂസിയത്തിൽ കാണാം. ബ്രിസ്ബൻ നഗരത്തിലെ മറ്റൊരു വേറിട്ട കാഴ്ചയാണ് 130 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ ബോട്ടാണിക്കൽ ഗാർഡൻ. ലോകം മുഴുവൻ കോളനികൾ സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ ഇവിടെ സതേൺ ഹെമിസ്ഫിയർ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള ഈസ്റ്റേൺ ഹെമിസ്ഫിയർ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ ഇനത്തിലുള്ള വൃക്ഷങ്ങൾ, ചെടികൾ തുടങ്ങിയ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാം. 1850 മുതൽ തുടർച്ചയായി ഫോളോ ചെയ്യുന്ന ഒരു ഹോർട്ടിക്കൾച്ചറൽ ഹിസ്റ്ററിയും ഇവിടുത്തെ ഈ ബോട്ടാണിക്കൽ ഗാർഡനുണ്ട്. കൂട്ടത്തിൽ നാട്ടിൽ നമുക്ക് സുപരിചിതമായ മുളകൾ, പാം ട്രീസ്, അതുപോലെ തന്നെ ആൽമരങ്ങളൊക്കെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. ബ്രിസ്ബെയിനിൽ നിന്ന് ബെൻഡാബർഗിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ ഉച്ചഭക്ഷണം പലപ്പോഴും നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് പാചകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഓസ്ട്രേലിയ ഒരു രാജ്യമായി മാറുന്നത് 1901 ജനുവരിയിലാണ്. അതുവരെ ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, നമ്മുടെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, ടാസ്മാനിയ എന്നിങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലുള്ള 6 കോളനികളായാണ് അത് നിലനിന്നത്. റോഡിന് ഇരുവശത്തും നിറയെ മാമ്പഴത്തോട്ടങ്ങളാണ്. നാട് വിട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് മനസ്സ് കുളിർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കാഴ്ച. കാറ് നിർത്തി ഞങ്ങളും കുറച്ച് മാമ്പഴം വാങ്ങിച്ചു. ഷോപ്പ് കീപ്പറായിട്ട് ആരുമില്ല. ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം പൈസ നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമികൾക്ക് നടുവിൽ ഉയർന്നു വന്ന ഒരു പട്ടണമാണ് ബെൻഡബർഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പരിപ്പു വർഗ്ഗങ്ങളിലൊന്നായ മാക്കഡേമിയ, മാംഗോസ്, കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. ഇന്ന് ലോകത്തെവിടെയും വാങ്ങാൻ കഴിയുന്ന ബെൻഡബർഗ് റം 1888 ആദ്യമായി പ്രൊഡക്ഷൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. മദ്യവും മതവും മാറാ രോഗങ്ങളുമെല്ലാം ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യമായി കൊണ്ടുവന്നത്. മദ്യം കറൻസിക്കു പകരമായി ഉപയോഗിച്ചിരുന്നു എന്ന രസകരമായ ഒരു ചരിത്രം കൂടിയുണ്ട് ഓസ്ട്രേലിയക്ക്. കോളനൈസേഷൻ്റെ ആദ്യകാലം മുതൽ 1825 വരെ ജോലി ചെയ്തവർക്കുള്ള കൂലിയായും മറ്റു വിനിമയങ്ങൾക്കുമെല്ലാം ഇവിടെ റം ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവരുടെ ചരിത്രം പറയുന്നത്. അക്കാലങ്ങളിൽ ബ്രിട്ടൻ്റെ കോളനികളായ വെസ്റ്റ് ഇൻഡീസ്, ഇന്ത്യയിലെ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് റം കൊണ്ടുവന്നിരുന്നത്. സെൻട്രൽ ക്വീൻസ്ലാൻഡിലെ
റോക്ക്ഹാംപ്ടൺ എന്ന പട്ടണത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വാഹനം ഏകദേശം നഗരത്തിന് അടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ റോഡിന് ഇരുവശത്തും പുൽമേടുകളിൽ നിറയെ കാളകളെ കാണാൻ കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് കാളകളുടെ ഒരുപാട് ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ റോഡിൻ്റെ പല ഭാഗത്തുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഓസ്ട്രേലിയയുടെ ബീഫ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന റോക്ക്ഹാംപ്ടണിൽ കാളകളുടെ വ്യവസായം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. 1880 ഇവിടെ ആദ്യമായി സ്വർണം കണ്ടെത്തുന്നത്. ഇന്നിപ്പോൾ സ്വർണം കൂടാതെ കോപ്പർ, കോൾ, ഇരുമ്പയിര് ഒക്കെ വലിയ രീതിയിൽ ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. കൃഷിയും ബീഫ് എക്സ്പോർട്ടിങ്ങും മൈനിങ്ങും ഒക്കെയായി റോക്ക്ഹാംപ്ടണിലുള്ള ജനങ്ങൾ പൊതുവെ സമ്പന്നരാണ്. നന്നായി ഡെക്കറേറ്റ് ചെയ്തൊരു ബാർബർ ഷോപ്പ് കണ്ടപ്പോൾ നൈജലിന് മുടി വെട്ടാനൊരാഗ്രഹം. മറ്റെല്ലാ ജോലികളെയും പോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒഴിവു സമയങ്ങളിൽ മുടി വെട്ടുന്ന ജോലിയും ചെയ്യുന്നുണ്ട്. റോക്ക്ഹാംപ്ടണിലെത്തിയാൽ നമ്മൾ കാണേണ്ട കാഴ്ചകളിലൊന്നാണ് ഇവിടുത്തെ ആർട്ട് ഗാലറി. ഭൂമിയുടെ അവകാശത്തിനു വേണ്ടി ഇവിടുത്തെ ആദിവാസി സമൂഹം നടത്തിവരുന്ന സമരങ്ങളുടെ പ്രതീകമായി അറിയപ്പെടുന്ന ടെൻ്റ് എംബസിയുടെ ഒരു മാതൃക ഇവിടെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1972 ജനുവരിയിൽ കാൻബറയിലെ പാർലമെൻറ്റ് ഹൗസിന് മുന്നിലാണ് ടെൻ്റ് എംബസി ആദ്യമായി സ്ഥാപിതമാവുന്നത്. ജനിച്ച മണ്ണിൽ നിലനിൽപ്പിനായും ഭൂമിയുടെ അവകാശത്തിനു വേണ്ടിയുള്ള ആദിവാസി സമൂഹത്തിൻ്റെ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയിലിപ്പോൾ നാട്ടിലെ പോലെ കണിക്കൊന്നയും കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്വീൻസ്ലാൻഡ് എന്ന ഈ സ്റ്റേറ്റിന് ഇന്ത്യയുടെ പകുതിയിലേറെ വലിപ്പമുണ്ടെങ്കിൽ വെറും 52 ലക്ഷം പേർ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ആദ്യകാലങ്ങളിൽ കൊണ്ടുവന്ന തടവുകാരെ മാത്രം ഉപയോഗിച്ച് ഓസ്ട്രേലിയ പോലൊരു വലിയ രാജ്യം വികസിപ്പിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടം പണം അങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് ബ്രിട്ടനിൽ നിന്നും കർഷകരെയും മറ്റു വിദഗ്ധ തൊഴിലാളികളെയും ഇവിടെ എത്തിക്കാൻ തുടങ്ങി. 1850കളിലെ ഗോൾഡ് റഷ് ഓസ്ട്രേലിയയിലെ മറ്റു ഭാഗങ്ങളിലേക്കെന്ന പോലെ ക്വീൻസ്ലാൻഡിലേക്കും മറ്റു രാജ്യക്കാരായ ഒരുപാട് പേരെയും എത്തിച്ചു. ഒരുപക്ഷെ സ്വർണം കണ്ടെത്തിയതായിരിക്കാം ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് ഒരു നെൽവയലിനടുത്തൂടെ പോകുന്ന ഫീലാണ് ഇപ്പോൾ. പോരാത്തതിന് ഇടവപ്പാതയിലെ പോലെ നിർത്താതെ പെയ്യുന്ന മഴയും. കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ കേരളം തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മലബാർ നോട്ട്സ്.